ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ +1 എക്കണോമിക്സ് ക്രിസ്മസ് എക്സാമിൻ്റെ 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 8 മാർക്കിന് നിങ്ങൾക്ക് മൊത്തം 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതിലേതെങ്കിലും 2 എണ്ണത്തിന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. 2 തിയറി ക്വസ്റ്റ്യനും 1 പ്രോബ്ലം ക്വസ്റ്റ്യനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 3 ചോദ്യങ്ങളും ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് പോവേർട്ടി അലിവിയേഷൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ. ഞാൻ പല തവണകളായിട്ട് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ചോദ്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 8 മാർക്കിന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പോളിസീസ് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള പോളിസികളായിരുന്നു ഉണ്ടായിരുന്നത്. റിലേയിങ് ഓൺ ഗ്രോത്ത്, അത് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച് എന്നറിയപ്പെട്ടിരുന്നു. ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് ഇൻകം ത്രൂ ക്രിയേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് വർക്ക് ആയിരുന്നു രണ്ടാമത്തെ പോളിസി. ദെൻ പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ടു ദ പീപ്പിൾ ആയിരുന്നു മൂന്നാമത്തെ പോളിസി. അപ്പോൾ ഈ 3 പോളിസീസും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ പ്രോഗ്രാംസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പാർട്ടിൽ. അവിടെ നിങ്ങൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസും ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസും സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസുമാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ പോവർട്ടി അലിവിയേഷന് വേണ്ടിയിട്ടുള്ള പോളിസികളും പ്രോഗ്രാംസും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് എന്ത് കിട്ടും? 8 മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യമാണ് എഴുതിയവരെങ്കിൽ ആ രീതിയിൽ നോക്കുക. ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാം ആണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിലും മക്കളെ നോക്കി വെച്ചോളൂ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ഒരു ചോദ്യം ഇല്ലാത്ത പരീക്ഷ പേപ്പർ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. കാൽക്കുലേറ്റ് അരിത്മെറ്റിക് മീൻ ആൻഡ് മീഡിയൻ. അതായത് ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മോഡും കൂടി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ മോഡ് ചോദിച്ചിട്ടില്ല. അരിത്മെറ്റിക് മീനും മീഡിയനും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് എന്ത് സീരീസാണ് മക്കളെ? ഇതൊരു കണ്ടിന്യൂസ് സീരീസാണ്. ക്ലാസ് ആയിട്ടാണല്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൻ്റെ മീനും മീഡിയനും എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് അറിഞ്ഞിരിക്കണം. അരിത്മെറ്റിക് മീന് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതിനെ എം എന്ന് ഡിനോട്ട് ചെയ്യുക. ഓക്കെ. അതിനുശേഷം ഓരോ ഫ്രീക്വൻസിയെയും ഓരോ ക്ലാസ് ഫ്രീക്വൻസിയും ആ എം കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് FM കണ്ടുപിടിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളാണ് കേട്ടോ. ആൻഡ് എന്ത് ചെയ്യുക? ആ FM കോളം ആഡ് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ FM കോളത്തിൻ്റെ ടോട്ടലും ഫ്രീക്വൻസി കോളത്തിൻ്റെ ടോട്ടലും ഡിവൈഡ് ചെയ്യുക. അത്ര മാത്രം ചെയ്താൽ മതി നമുക്ക് അരിത്മെറ്റിക് മീൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു കോളം പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് കോളംസ് വരുന്നത്? ക്ലാസ് വരുന്നുണ്ട്, ദെൻ ഫ്രീക്വൻസി, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. പിന്നെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാം, ദെൻ FM കാണാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിന് ആൻസർ കിട്ടും. ഇപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇപ്പോൾ 10 to 20, ഇതിൻ്റെ മിഡ് പോയിൻ്റ് എങ്ങനെയാണ് കാണുക? 10 + 20 ഡിവൈഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടും? 30 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 15 അല്ലേ? അപ്പോൾ ഈ രീതിയിൽ മിഡ് പോയിൻ്റ് എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കുക. ആദ്യത്തെ കിട്ടിയാൽ പിന്നെ സുഖമാണ്. 15, 25, 35, 45, 55, 65 അതങ്ങനെ അങ്ങ് പോകും. ഓക്കെ. സോ ഈ രീതിയിൽ എല്ലാത്തിൻ്റെയും മിഡ് പോയിൻ്റുകൾ കണ്ടുപിടിക്കുക, മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം ഓരോ ഫ്രീക്വൻസിയും, ഇപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി 1 ആണ്, അതിനെ കൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് മിഡ് വാല്യൂവിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ 15 കിട്ടും. ഇനി രണ്ടാമത്തെ എടുത്ത് നോക്കൂ. രണ്ടാമത്തത് 8 × 25, 200. അങ്ങനെ ഓരോ കോളത്തിൻ്റെയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലി എന്ത് കിട്ടും? FM കോളത്തിൻ്റെ ടോട്ടലും കിട്ടും, ഫ്രീക്വൻസി കോളത്തിൻ്റെ ടോട്ടലും കിട്ടും. ഇത് 2 എണ്ണമാണ് നമുക്ക് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ക്ലിയർ? എന്നിട്ട് നമ്മൾ X ബാർ കണ്ടുപിടിക്കാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? σFM ഡിവൈഡ് ബൈ σF. അപ്പോൾ ഇവിടുത്തെ σFM എന്ന് പറയുന്നത് 1845 ആണ്. അതേ ഡിവൈഡ് ബൈ σF 45. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 41 ആണ്. അപ്പോൾ അരിത്മെറ്റിക് മീൻ നിങ്ങൾക്ക് 41 ആണോ കിട്ടുന്നത് നോക്കുക. ചെയ്ത് തന്നെ പഠിക്കണം, എന്നാലേ നമുക്കിത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നിങ്ങൾ വായിച്ച് പഠിച്ച് മാത്രം കഴിഞ്ഞാൽ ഇത് അത്ര എളുപ്പമാവില്ല. റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അരിത്മെറ്റിക് മീൻ കാണുന്ന ആ ഒരു സ്റ്റെപ്സും അതിൻ്റെ ഫോർമാറ്റും അതിനെങ്ങനെയാണ് ആൻസറിങ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ അരിത്മെറ്റിക് മീൻ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ചെയ്യുമ്പോൾ തന്നെ 4 മാർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തത് മീഡിയനാണ്. മീഡിയൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, നമുക്ക് തന്നിട്ടുള്ള ക്ലാസ്സും ഫ്രീക്വൻസിയും ആദ്യം എഴുതി വയ്ക്കുക. എന്നിട്ട് ഫ്രീക്വൻസിയുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. അതായത് ഫ്രീക്വൻസികൾ ആഡ് ചെയ്ത് എഴുതുക. അതിനുശേഷം
നമ്മുടെ ഫ്രീക്വൻസിയുടെ ടോട്ടലിനെ കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതായത് ടോട്ടൽ ഡിവൈഡ് ബൈ 2. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് n/2th വാല്യൂ. അതിനുശേഷം നമ്മൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. അതായത് ഈ n/2th വാല്യൂ ഉള്ള ക്ലാസ്സാണ് എന്ത് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവസ്റ്റ് വാല്യൂ, അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ തൊട്ട് മുകളിലുള്ള വാല്യൂ, അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ ആ ഒരു ക്ലാസ് ഇൻ്റർവൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ L+n/2 - CF/F × I എന്നോ H എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. ആ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീഡിയൻ്റെ വാല്യൂ കിട്ടും. നോക്കാം, നമുക്ക് അരിത്മെറ്റിക് മീൻ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 41 അല്ലേ? അപ്പോൾ അത് തന്നെയാണോ മീഡിയം കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് എഴുതി, ഫ്രീക്വൻസി എഴുതി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം? ആദ്യത്തത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അത് തന്നെയായിരിക്കും, ഫ്രീക്വൻസി തന്നെയായിരിക്കും. രണ്ടാമത്തത് ഇതിൻ്റെ കൂടെ തൊട്ടടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യണം. അപ്പോൾ 1+8 എത്രയാണ് മക്കളെ? അത് 9 ആണ്. ക്ലിയർ ആണോ? തൊട്ടടുത്ത ഫ്രീക്വൻസികൾ ആഡ് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. അടുത്തത് 9+12 എത്രയാ? 21. അടുത്തത് 21+15 എത്രയാ? 36. ദെൻ 36+5 41. 41+4 45. ഈ രീതിയിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയോട് തൊട്ടടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫ്രീക്വൻസി കോളം നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രീക്വൻസി കോളം ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും CFൻ്റെ അവസാനത്തെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എത്രയാണത്? 45 ആണ്. ക്ലിയർ? ഓക്കെ, ജസ്റ്റ് അറിയാൻ വേണ്ടി പറയാനാണ് കേട്ടോ. റെഡി? ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൻ്റെ കാൽക്കുലേഷനാണ്. മീഡിയൻ കാൽക്കുലേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോപ്പറായിട്ട് തന്നെ എഴുതുകയാണ്. ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് n/2th ഐറ്റം. ഇവിടെ സൈസ് എത്രയാണ്? 45. അതായത് ഈ അവസാനത്തെ വാല്യൂ ഇതാണ്. ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 45. ഓക്കെ, അപ്പോൾ നമ്മളത് എഴുതി 45/2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 22.5 എന്നിട്ടുള്ള വാല്യൂ. ക്ലിയർ? അപ്പോൾ n/2th വാല്യൂ കിട്ടി. സോ മീഡിയൻ ക്ലാസ് ഉള്ളത് എവിടെയാണ്? ഈ 22.5 ഉള്ള ക്ലാസ് ഉള്ള ഇതിലാണ് എന്തുള്ളത്? മീഡിയൻ വാല്യൂ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ 22.5 എന്തിലാണ് വരിക? 1ൽ 22.5 വരുന്നുണ്ടോ? ഇല്ല. 9ൽ വരുന്നുണ്ടോ 22.5? ഇല്ല. 21ൽ വരുന്നുണ്ടോ 22.5? ഇല്ല. അടുത്തതാണ് 36. 36ലാണ് എന്ത് ഉൾപ്പെടുന്നത്? 22.5 ഉൾപ്പെടുന്നത്. സോ 36 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ടുള്ള ക്ലാസ് ഏതാ മക്കളെ? അത് 40 to 50 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അതാണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചു. എത്രയാണ് മീഡിയൻ ക്ലാസ്? 40 to 50. അപ്പോൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചു. ഇനി എന്താണ്? നമ്മൾ ഈ ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നും നോക്കാം. ഇക്വേഷൻ എന്താണ്? L+n/2 - CF/F × I എന്നോ H എന്നോ C എന്നോ എന്ത് വേണേൽ പറയാം. ഉദ്ദേശിക്കുന്ന ക്ലാസ് ഇൻ്റർവെല്ലാണ്. 40 to 50ലെ ക്ലാസ് ഇൻ്റർവെൽ എത്രയാ? 10 അല്ലേ? 50 - 40 എത്രയാ? 10 അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷനിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ലോവസ്റ്റ് ക്ലാസ് എത്രയാ? 40. 40 to 50ലെ ലോവസ്റ്റ് ക്ലാസ് 40 ആണ്. n/2 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 22.5. CF മക്കളെ നല്ലോണം ശ്രദ്ധിച്ചോ. നമ്മുടെ ഈ മീഡിയൻ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഇവിടെ എടുക്കേണ്ടത്. പലർക്കും തെറ്റിപ്പോകുന്ന ഒരു ഏരിയയാണ്. അവർ നേരിട്ട് ഈ 36 അങ്ങ് എടുക്കും. അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള മീഡിയൻ ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് CF ആയിട്ട്. റെഡിയല്ലേ? അതിനുശേഷം കണ്ടുപിടിക്കേണ്ടത് പിന്നെ F ആണ്. അത് മീഡിയൻ ക്ലാസ്സിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ്. ഒരു കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? സിമ്പിളാണ്, നിങ്ങളത് മനസ്സിലാക്കി പഠിച്ചെടുത്താൽ മതി. റെഡിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? I നമുക്കറിയാം എത്രയാണ്? 10. 50 - 40 10. ഇനി അത് അപ്ലൈ ചെയ്യുന്നു. 40 + 22.5 - 21/15 ×
10. അതായത് ഇക്വേഷനിലേക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നു. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 41 കിട്ടുന്നുണ്ട്. അപ്പോൾ അരിത്മെറ്റിക് മീനും 41 കിട്ടി, ഈ പറഞ്ഞിട്ടുള്ള മീഡിയനും 41 കിട്ടി. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു പ്രോബ്ലം ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തോരം മനസ്സിലായി എനിക്കറിയില്ല. എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. റെഡി അല്ലേ? പിന്നെ നമുക്കൊരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? 8 മാർക്കിൻ്റെ മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. ഈ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാനുള്ള കാരണം എന്താണ് 1991 അതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള കാരണങ്ങൾ എടുത്തെടുത്ത് നിങ്ങൾ പറയണം. ബാക്ക്ഗ്രൗണ്ട് ഓഫ് റീഫോംസ് അത് കൃത്യമായിട്ട് തന്നെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓരോരോ കാരണങ്ങൾ കൃത്യമായി തന്നെ എഴുതി തന്നെ നിങ്ങൾ പറയണം. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടുള്ളൂ. സം ഓഫ് ദ ഡെഫിഷ്യൻസീസ് ഓഫ് ദ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ആദ്യ ഭാഗങ്ങളിൽ. ഓക്കെ, സോ ആ പോയിന്റുകളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ എഴുതാം. പിന്നെ ചോദിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ലിബറലൈസേഷൻ മെഷേഴ്സ് ഇംപ്ലിമെൻറ്റഡ് ആസ് എ പാർട്ട് ഓഫ് NEP ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ലിബറലൈസേഷൻ മെഷേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങളവിടെ ലിബറലൈസേഷൻ എന്താണെന്ന് ചെറിയ രീതിയിലൊന്ന് എഴുതാം. അതിനുശേഷം അതിൻ്റെ പാർട്ടായിട്ട് കൊണ്ടുവന്ന ലൈസൻസിങ്, റിസർവേഷൻ, അതുപോലെ തന്നെ അമെൻമെൻറ്റ് ഓഫ് MRTP, ഫെറ, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്, അതുപോലെ തന്നെ ടാക്സ് റീഫോംസ്, ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോംസ്. ഇതൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. അപ്പോൾ ഇത്ര ഏരിയാസ് ആയിരുന്നു മക്കളെ 8 മാർക്കിന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണാറുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി വരാനുള്ള മോഡൽ എക്സാമും ആനുവൽ എക്സാമൊക്കെ നമുക്ക് A+ ലെവലിലോട്ട് എത്തിക്കാം. റെഡിയല്ലേ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.